ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു വൈറൽ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ട്ടോ. നമ്മളെ മലയാളം സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ തന്നെ തമിഴ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഈ വൈറലായിട്ടുള്ള ഈ വാട്ടർ അല്ലെങ്കിൽ ഈ സംഭവം വെച്ചിട്ടുള്ള ഈ നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ. അഥവാ ലേഡീസ് ഫിംഗർ എന്ന് പറയപ്പെടുന്ന ഈ സംഭവം വെച്ചിട്ടുള്ള ഒരു വൈറൽ ഹാക്കാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ നോക്കി ഇതിനെപ്പറ്റി ഒരു വലിയ പഠനം വരെ നടത്തി നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ ഒരുപാട് ഹെയർ ബെനിഫിറ്റ്സും ഞാനിതിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴായാലും കാണാൻ സാധിച്ചു. ഇത് വെച്ചിട്ട് ഹെയർ പാക്ക് അതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹെയർ ക്രീംസ് നമ്മുടെ ഷിയ ബട്ടറൊക്കെ വെച്ചിട്ട് ഹെയർ ക്രീംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ എന്താ പറയുക ലേഡീസ് ഫിംഗർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാട്ടറാണ് ഉണ്ടാക്കുന്ന ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലൊക്കെ വരുന്ന ഒരു വാട്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഒരു 5-6 വെണ്ടക്കായ ആണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത്തിരി വിനീഗർ ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട്, കാരണം ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വരുന്നതല്ലേ, നമ്മൾ മാർക്കറ്റിൽ നിന്നുള്ളതാണ്, നമ്മൾ വീട്ടിൽ നട്ട് വളർത്തിയതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് 6-7 വെണ്ടക്കായ ഏറ്റവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യണതിന് മുന്നേ കഴുകുക കേട്ടോ. അതിന് ശേഷം കഴുകാൻ പാടില്ല. കട്ട് ചെയ്തതിന് ശേഷം ഇത് വെള്ളത്തിലോട്ട് ഇട്ട് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റി ഒരു ഗ്ലാസ്സിന് താഴെ ആവുന്നവരെ ഞാൻ വറ്റിച്ച് വെച്ചു കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹെയർ ഗ്രോത്തിനെക്കാട്ടും ഉപരിയായിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ വെണ്ടക്കായ്ക്കുണ്ട്. അതുപോലെ തന്നെ ഹെയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും സിൽക്കി ആയിട്ട് ഹെയറൊക്കെ എടുക്കാനും ഗ്രോത്തിനായാലും ഹെയർ പാക്ക് ഉണ്ടാക്കാനായാലും അതുപോലെ നൈറ്റ് ക്രീം ഉണ്ടാക്കാനായാലും കെരാട്ടിൻ ലൈക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ തിളച്ച് വറ്റിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കണ്ടോ ഇങ്ങനെ ഒട്ടൽ നമ്മളെ സ്നെയിൽ മ്യൂസിനൊക്കെ പോലെ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ സംഭവത്തിനുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഇപ്പോൾ വെണ്ടക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ഉടമ്പയ്ക്ക് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന ഒരു പരിവാകും. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. ഒരു കോട്ടൺ തുണിയിൽ അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മുട്ടയൊക്കെ ആക്കുന്ന പോലെ അങ്ങനെ ആക്കി കൊടുക്കാണ്ട് നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്. നമ്മളുടെ ഈ അലോവേര ജെല്ലൊക്കെ എടുക്കുന്ന പോലെയാണ്. ഇതിലോട്ട് ഞാൻ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ ഓൾവേസ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ റോസ്മേരി. അതൊരു 3-4-5 ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അതിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഇത് നമ്മുടെ ഹെയറിന് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്, പിറ്റേ ദിവസമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ ഡിറ്റാങ്കിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വുഡൻ കോമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80% വരെ നമ്മുടെ ഡാൻഡ്രഫ് ഹെയറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 100 സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കോംബോ കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കൊക്കെ ആമസോണിൽ നോക്കിയാൽ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഹെയറൊക്കെ ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്താക്കില്ല. സാധാരണ നമ്മൾ നോർമൽ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഞാനിങ്ങനത്തെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഇത് ചെറിയൊരു വഴുവഴുന്നതിനെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ചാക്കുമ്പം ഇത്രയും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഞാൻ കയ്യിൽ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ ചെയ്തത്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാട്ടോ. ഞാനിങ്ങനെ ഓരോരോ പോർഷൻസ് ഇങ്ങനെ തിരിച്ചാക്കിയിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷം ഞാൻ ഹെയറിലും എല്ലായിടത്തും ഇങ്ങനെ ഓൾ ഓവർ നിങ്ങൾക്ക് ഹെയറിൽ മൊത്തം ആക്കി കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള ഹെയർ പാക്ക് അല്ലെങ്കിൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ നല്ല സുഖമാണ്. ഇങ്ങനെ ഒരു വഴുതനെയായ കാരണേ മുടി അങ്ങനെ പൊട്ടി പോവേ അതുപോലെ തന്നെ ഡ്രൈ ആവേ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഹെയർ പാക്ക് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഇടാൻ പറ്റും. ഇതൊരു പാക്കല്ല, ലൈക്ക് ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരാഴ്ചയിൽ 1-2 വട്ടമൊക്കെ വെച്ച് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വെണ്ടക്കായ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ചെയ്തോളൂ. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ ലൈക്ക് ഒരു സ്നൈൽ മ്യൂസിൻ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ കോസാറെക്സിൻ്റെ ആ സംഭവം പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അടിപൊളിയാണ്. ഇപ്പോൾ
ജസ്റ്റ് എല്ലായിടത്തും അങ്ങനെ അപ്ലൈ ചെയ്യുക, ഹെയറിൻ്റെ സ്ട്രാൻഡ്സിലും സ്കാൽപ്പിലും. ഞാനിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ചെയ്തത്. എനിക്ക് പൊതുവെ എല്ലാ ഹെയർ പാക്ക് ഇട്ടാലും തുമ്മലിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം തുമ്മാൻ തുടങ്ങും, പക്ഷേ ഇതിട്ടിട്ട് തുമ്മിയില്ല. ലൈക്ക് ഇത് അത്രയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നം അലർജറ്റിക് ഉള്ളവർക്കൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അലർജി ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാനൊരു 6 മണി ടൈമിലിട്ടായിരുന്നത്. എനിക്ക് ആ സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തണവ് വരുന്ന സമയമൊക്കെയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തുമ്മാൻ ഓയിലിടുമ്പോൾ വരെ ഞാൻ തുമ്മാറുണ്ട്. അപ്പോൾ ഇതിനങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഒരു 3/4 മണിക്കൂറോളം തലയിൽ വെച്ചതിന് ശേഷം ഞാൻ കഴുകിയിട്ടുള്ളൂ. അതിനും കൂടുതൽ ഇരുന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാക്ക് പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഒരു അടിപൊളി പാക്കാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ എഗ് പാക്കൊക്കെ ഇടണേക്കാട്ടോ. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയുടെ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരുപാട് ടൈപ്പ് ഓഫ് പാക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിലും വെച്ചിട്ട് എനിക്കെന്താ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. എന്നാൽ ഹെയറിൽ വെക്കുമ്പോൾ നമുക്ക് ഈ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേതൊക്കെ ഇടും തോറും നമുക്കൊരു എക്സ്ട്രീം ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. കെട്ടി വെച്ചാൽ അങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കാണ് ഉണ്ടാവാറ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പം മുടിയൊന്നും പൊട്ടാണ്ട് നമുക്ക് ഈസി ആയിട്ട് മസാജ് ചെയ്യാനും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടൊരു റിലാക്സിങ് മോഡിലോട്ടൊക്കെ പോകുന്നൊരു അതിന് പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ വെണ്ടക്കായ്ക്ക് ഇങ്ങനെ ഒരു വഴുവഴുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇനി ശേഷം ഒരു 10-15 മിനിറ്റ് ഞാൻ മസാജ് ചെയ്തു കിട്ടാം. കാരണം ഇങ്ങനെ ഒരു നമുക്ക് മസാജ് ചെയ്യാൻ തോന്നുന്ന ഒരു തരം പാക്കാണ് കൈ വയ്ക്കുമ്പോഴേ. അതിന് ശേഷം ഞാൻ കെട്ടി വെച്ചിട്ട് ഒരു 1/2-3/4 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തലേദിവസം ഹെയർ വാഷ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം അഴുക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാക്ക് ഇട്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നേ ഉള്ളൂ. ഹെയറിൽ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് നമ്മളൊരു മസാജിങ് പോലെ കൊടുത്ത്, അതായത് സ്കാൽപ്പിലൊക്കെ എന്തെങ്കിലും ഒരു സ്വെറ്റ്നെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തൊന്ന് വാഷ് ചെയ്യാണ് കേട്ടോ. അല്ലാണ്ട് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഇട്ടൊന്നും വാഷ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു മൈക്രോ ഫൈബർ നമ്മളൊന്ന് വെള്ളം ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞതിന് ശേഷം വല്ലാണ്ട് ഉരച്ച് തോർത്താണ്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളൂ കേട്ടോ വെള്ളമൊക്കെ. ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഒട്ടിയാകെ നനഞ്ഞിരിക്കല്ലേ. ഇനിയിപ്പം ഉണക്കിയിട്ട് കാണിക്കാനും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഈ ടൈമില്ല. ഞാൻ വല്ല ഷോർട്സിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ പാക്ക് ഇട്ടതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷം നാളെ കാണിച്ചു തരാം. നാളെ ഞാൻ വേറൊരു റീൽസോ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ എന്താ മുടിയിൽ ഇങ്ങനെ പൊടി പടലങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. മറ്റേ വേറെ പാക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ ഇരിക്കുമല്ലോ. ഇത് വാട്ടർ ആയ കാരണം ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയ കാരണം നമ്മുടെ ഹെയറിന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെക്കാനും ഒരു സിൽക്കി എന്താ പറയുക ഒരു തിളക്കം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.